അതായത് നീ ഇങ്ങനെ നടന്നപ്പോ ഉണ്ടല്ലോ, ഈ ഇങ്ങനെ പുസ്തകം പിടിച്ച് നടന്നില്ലേ, നീ കൊന്തയും പിടിച്ച് നടന്നില്ലേ, നീ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞ്, ധ്യാനത്തിനെന്ന് പറഞ്ഞ്, ആരാധനയ്ക്കെന്ന് പറഞ്ഞ്, പള്ളിയിൽ പോവാനെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നപ്പോ നിന്റെ വീട്ടുകാർ നിന്ദിക്കും, നാട്ടുകാർ നിന്ദിക്കും, ഭർത്താവ് കുറ്റം പറയും, ഭാര്യ പരിഹസിക്കും, മക്കൾ കളിയാക്കും, നാട്ടുകാർ പുലഭ്യം പറയും. ഇങ്ങനെ പറയുമ്പോഴും പാവപ്പെട്ട ചില ചേച്ചിമാര് പിന്നെയും ഈ പുസ്തകവും കൊന്തയും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല, കാഴ്ചയാലല്ല, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. മനസ്സിലായോ? അവര് ദൂരെ ദൈവം വെച്ചിരുന്നൊരു വാഗ്ദാനത്തെ അകക്കണ്ണിൽ കണ്ടിരുന്നു. അങ്ങനെ അവര് നടന്നു. ആ നടപ്പാണ് ഒരുപാട് കോട്ടകൾ ഇടിച്ച് ദൈവമക്കളെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനിടയാക്കിയത്. ആ നടപ്പാണ്.